ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 27. ഇന്ന് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? നമ്മളുടെ പുതിയ 5 വൈൽഡ് കാർഡ് എൻട്രീസ് വരുന്ന ദിവസമാണ്. എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും, ഏതൊക്കെ ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കും, എന്തൊക്കെയായിരിക്കും ഇവരുടെ സ്വഭാവം, അവർ നമ്മളുടെ പഴയ കണ്ടസ്റ്റൻസായിട്ട് ജെല്ലാവോ, എന്തൊക്കെ സംഭവിക്കും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ സമയം അധികം കളയാണ്ട് നമുക്ക് നേരെ കിടക്കാം എപ്പിസോഡ് 27. ആദ്യം മോർണിംഗ് സോങ് ആണ് കേട്ടോ. വാടി കാന്താരി എന്ന് പറഞ്ഞ പാട്ടാണ്. അത് കഴിഞ്ഞിട്ട് ശരത്ത് നമ്മുടെ ആദിലയുടെ പുറകെ നടക്കണം. ഒന്ന് സംസാരിക്കും പ്ലീസ്. അപ്പോൾ ആദില പറഞ്ഞു, ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ സോറി പറഞ്ഞാൽ ചേട്ടൻ്റെ മര്യാദ. ഇനിയിപ്പോൾ ആ ടീമിനെയൊക്കെ വിളിക്കുക, എല്ലാവരും കൂടെ അങ്ങോട്ട് ആഘോഷിക്കട്ടെ എന്നൊക്കെ പറയാണ്. ഇപ്പോൾ ശരത്ത് ഭയങ്കര വിഷമിച്ചിരിക്കുക. ആദില എന്നിട്ട് ഒന്നും കേൾക്കാൻ റെഡിയാവാണ്ട് പോവാണ്. ഷാനവാസ് ആദിലയും കൂടെയുള്ള സംസാരം കേട്ടോ. അവർ നവീനെ പറ്റി പറയുന്നതാണ്. നവീൻ ഷാനവാസിൻ്റെ ബെഡിൽ വന്ന് കിടന്നു, ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് തോന്നുന്നു. അപ്പോൾ ആദിൽ പറയും, ഇങ്ങനെ കൂടുതലുള്ള ആൾക്ക് അൺകംഫർട്ടബിളായിട്ട് തോന്നുകയാണെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇതൊരു ഗെയിമായി പോയി, അല്ലെങ്കിൽ പണ്ടേ ഞാൻ മടുത്ത് പോയേനെ, വേറെ വഴിയില്ലാത്തതുകൊണ്ട് പിടിച്ച് നിൽക്കുകയാണെന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. അപ്പം അതിൽ ഇവർക്കൊരു കോമാളിത്തരത്തിൻ്റെ ആ ഒരു മുഖം കാണിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കുള്ള മുഖം മറച്ചു വെച്ചിട്ടാണ് ഇത് കാണിക്കുന്നതെന്ന് രണ്ടും കൂടെ പറയുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് എല്ലാവരും ലിവിങ് റൂമിൽ വിളിച്ചിരുത്തുകയാണ്. എന്നിട്ട് പറയുന്നത്, ഇതിപ്പോൾ 5ാമത്തെ ആഴ്ചയാണ്, അപ്പം 5 വൈൽഡ് കാർഡ് എൻട്രീസ് നിങ്ങളുടെ ഇടയിലേക്ക് വരികയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഈ ആൾക്കാരെ കണ്ടുവരുന്ന അടുത്തല്ലോ, ഇപ്പോൾ ഒരു മാസത്തോളം ആയല്ലോ സെയിം ആൾക്കാരെ കാണുന്നത്. അപ്പം പുതിയ 5 മുഖങ്ങൾ വരികയാണ്. അപ്പോൾ അതിൽ ഓരോരുത്തർക്കും ഓരോ ആൾക്കാരെ ക്ഷണിക്കുക. ഇവർ ബിഗ് ബോസ് പറയുന്ന ആൾ ചെന്നിട്ട് വേണം ഓരോ ആൾക്കാരായിട്ട് ക്ഷണിച്ചുകൊണ്ട് വരാൻ. പിന്നെ അതുപോലെ സ്റ്റോർ റൂമിൽ 5 ഗിഫ്റ്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ ആൾക്കാർക്കും അനുയോജ്യമായ ഗിഫ്റ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണമെന്നറിയാം. അപ്പോൾ ആദ്യം തന്നെ ഷാനവാസാണ് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഷാനവാസ് ജിസിൻ എന്ന് പറഞ്ഞിട്ട് ആൾ സീരിയൽ ആക്ടറാണ്. അപ്പം ആളെ വിളിച്ചുകൊണ്ട് വരും. അവർ രണ്ടുപേരും ഫ്രണ്ട്സ്, രണ്ടുപേരും സീരിയൽ ഫീൽഡാണല്ലോ, അപ്പോൾ രണ്ടുപേരും ഫ്രണ്ട്സാണ്. പിന്നെ അകത്ത് പോയിട്ട് നമ്മളുടെ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്ന സ്ഥലം ഇതാണെന്നൊക്കെ പറഞ്ഞ് കിച്ചൺ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത വഴക്കിട്ട സ്ഥലം ഡിന്നർ ഡൈനിങ് റൂം, പിന്നെ അതിൻ്റെ ബെഡ്റൂം, അത് അണിയറയല്ലേ എന്ന് വെച്ചപ്പോൾ ഇതിപ്പോൾ അടിയറയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിന് ബിഗ് ബോസിൻ്റെ ഗിഫ്റ്റൊക്കെ എടുത്ത് കൊടുക്കുന്നു. പിന്നെ എല്ലായിടത്തും ഹായ് ഒക്കെ പറയുന്നു. പിന്നെ അതിന് അനീഷിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അനീഷ് ആരാ മനസ്സിലായില്ല. അപ്പോൾ ജിഷിൻ പറയാം, ഇതിപ്പോൾ അനുവിൻ്റെ അടുത്ത് പണ്ട് ഇറക്കിയ നമ്പറല്ലേ, ഇത് ഞങ്ങൾക്കൊക്കെ അറിയാം, ഇതിപ്പോൾ നിങ്ങൾ ലാലേട്ടൻ്റെ അടുത്ത് പോലും ചോദിക്കുമല്ലോ, അത് ആരാണ് എന്ന് ചോദിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജിഷിൻ കളിയാക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം റെന മസ്താനിനെയാണ് ഇൻവൈറ്റ് ചെയ്യണേ കേട്ടോ. മസ്താനി ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്ന ആളാണ് മസ്താനി. പിന്നെ അതിൻ്റെ അനീഷ് യാതൊരു റിയാക്ഷൻ ഇല്ലാന്ന് നിൽക്കാം. മറ്റേ ഗല ആ പാട്ടൊക്കെ വെച്ചാലും ഒരു റിയാക്ഷനില്ല. പ്രവീണെന്നും പറഞ്ഞു, അത് നമുക്കൊരു പുതിയ ഫേസ് ആണെന്ന് പറഞ്ഞത് പ്രവീൺ. അപ്പോൾ പ്രവീണിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ആര്യനെ വിളിക്കുന്നു. ആര്യൻ സാബുമാനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. സാബുമാൻ ഒരു മോഡൽ ഒക്കെയാണ്, ഡാൻസർ ഒക്കെയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം നവീൻ ലക്ഷ്മിനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ 5 വൈൽഡ് കാർഡ് എൻട്രീസ് നമ്മുടെ വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പം ലക്ഷ്മി വരുമ്പോൾ തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരെയും സ്വാഗതം ചെയ്തതിന് ശേഷം പുതുതായിട്ട് വന്ന വൈൽഡ് കാർഡ് എൻട്രീസിന് ഒരു ടാസ്ക് കൊടുക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ്. അതായത് ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ടൈപ്പ് ഓഫ് ആൾക്കാരുടെ പേര് വരണം. അതായത് ഒരു ഗ്യാങ് കൾച്ചർ ഇവിടെ കൊണ്ടുവന്ന ഒരാൾ, അതായത് ഗ്യാങ്ങിൽ പെട്ട ഒരാൾ, പിന്നെ ഗ്യാങ്ങിൽ പെട്ട് കുതന്ത്രം മെനയുന്നത് ആരാണ്, പിന്നെ ഇങ്ങനെ ഗ്യാങ് കൾച്ചർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അതൊരു മൈൻഡും കൊടുക്കാതിരിക്കുന്ന ആരാണ്, പിന്നെ അതുപോലെ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ആളാരാണ്. അങ്ങനെ 3 പേര്, ഒരാളുടെ 3, അതായത് ഒരാൾ 3 പേരുടെ പേര് പറഞ്ഞാൽ പിന്നെ ആ പേര് സെയിം പേര് തന്നെ വേറെ ആൾ പറയാൻ പാടില്ല. അതൊരു അല്ലേ, ഇപ്പോൾ സെയിം പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർ ആ ഗ്യാങ്ങിൻ്റെയൊക്കെ പേര് പറയുന്നത്, പക്ഷേ ഒരാൾ പറഞ്ഞ പേര് മറ്റാൾ പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ പേര് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ വരുന്ന ലക്ഷ്മിയാണ്. ബുദ്ധിപരമായിട്ട് ഫസ്റ്റ് ചാൻസിന് ലക്ഷ്മി എടുത്തു. ലക്ഷ്മി പറയണത് അക്ബർ ഗ്യാങ് എന്താ പറയുക, ഗ്യാങ് തുടങ്ങിയ ആൾ അക്ബർ. പിന്നിട്ട് ഒരു ഗ്യാങ്ങിലും ഇല്ല, ഭയങ്കര ഡിപ്ലോമാറ്റിക് മെൻറ്റാലിറ്റി ആയിട്ട് നിന്നത് ബിന്നി. പിന്നെ അതിനിട്ട് ഏറ്റവും ബോറിംഗ് ആയിട്ട് തോന്നിയത് ശൈത്യ എന്ന് പറഞ്ഞു. ശൈത്യ ഒന്നും ഞെട്ടി, ഞാനോ എന്നും പറഞ്ഞ് ഞെട്ടിട്ടുണ്ട്. പിന്നെ മസ്താനി പറയുന്നത് അപ്പാനി ശരത്താണ് ഗ്യാങ്ങിൽ പെട്ട ആൾ. അക്ബറും അപ്പാനിയാണല്ലോ,
അപ്പോൾ സെക്കൻഡ് ഓൾറെഡി അക്ബറിൻ്റെ പേര് പറഞ്ഞു, പിന്നെ അത് പറയാൻ പറ്റും. അപ്പോൾ സെക്കൻഡിലത് അപ്പാനി. പിന്നെ അത് കഴിഞ്ഞിട്ടും ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്നത് ആര്യൻ. അതായത് അവരുടെ ഗ്യാങ്ങിലുള്ള ആരെന്ത് തെറ്റ് ചെയ്താലും അതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് നടക്കുന്ന ആൾ ആര്യൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ രേണു ആണ് ബോറിങ് പേഴ്സൺ. ഈ ഇത്ര 10-72 ക്യാമറ ഉണ്ടായിട്ട് അതിലൊന്നും പെടാതെ എങ്ങനെ നടക്കുന്നു, അതെൻ്റെ കഴിവാണ് എന്ന് രേണു പറയും. അത് കഴിവല്ല, കഴിവുകേടാണെന്ന് തിരിച്ചും പറയുന്നുണ്ട്. അടുത്തത് പ്രവീൺ ഷാനവാസാണ് ഗ്യാങ്ങിൽ പെട്ടാൾ. അതായത് ഞാൻ ഒരു ഗ്യാങ്ങിലും ഇല്ലയെന്ന് പറഞ്ഞ് നടന്നിട്ട് അങ്ങനത്തെ കുറേ ആൾക്കാരും കൂടെ ചേർന്നിട്ട് ഒരു ഗ്യാങ് ഉണ്ടാക്കി. അതാണ് ഷാനവാസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒണിയിൽ. ഞാനൊരു ഗ്യാങ്ങിലൊന്നും ഇല്ലയെന്ന് പറയുകയും ചെയ്യും, പക്ഷേ എന്താ പറയുക ഗ്യാങ്ങിലും ഉണ്ട്, അങ്ങനെ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒണിയിൽ. പിന്നെ അതിൻ്റെ അനീഷാണ് വളരെ ബോറിംഗ് ആയിട്ട് തോന്നുന്നത് ഇവിടെ. അപ്പോൾ അനീഷിന് വളരെ നന്ദിയുണ്ടെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളിവിടെ നിന്നുകൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു പ്രവീൺ പറയുന്നുണ്ട്. പിന്നെ ജിതിൻ പറയുന്നത് ഗ്യാങ്ങിൽ പെട്ട ആൾ അഭിലാഷ്. ഈ അഭിലാഷ് ഇതുപോലെ ഒരു ഗ്യാങ്ങിലും ഇല്ലയെന്ന് പറഞ്ഞ് എപ്പോഴൊക്കെയോ ഇവിടെ മറ്റേ ഷാനവാസ് ഒണിലിൻ്റെ ഗ്യാങ്ങിലേക്ക് ചേർന്നു. പിന്നെ അതിൻ്റെ ഡിപ്ലോമാറ്റായിട്ട് നിൽക്കുന്നത് ജിസേലിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ എന്ത് തെറ്റ് ചെയ്താലും ജിസേലിന് അത് ബാധകമല്ല. ബാക്കിയുള്ളത് ചെയ്താൽ ഭയങ്കര പ്രശ്നം, ഇവർ ചെയ്താൽ ഒരു പ്രശ്നമില്ല. അങ്ങനെ ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നത് ജിസേലും. പിന്നെ അതിൻ്റെ ഇവിടെ എന്താ പറയുക ബോറിംഗ് ആയിട്ടുള്ളത് രേണയുടെ എൻ്റെ ദൈവമേ, ഞാൻ ടി വിയിൽ നിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും മ്യൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, സംസാരം കഴിഞ്ഞിട്ട് ഞാൻ ഓൺ ചെയ്യാറുള്ളൂ. ഇങ്ങനെ എന്താ പറയുക ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു കൊച്ച് എന്ന് പറയുന്നുണ്ട്. തലയ്ക്ക് സൂര്യ അങ്ങനെ എന്തോ വേർഡ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ സാബു പറയുന്നത് ഗ്യാങ്ങിൽ പെട്ട ആൾ നൂറ. അതായത് മറ്റേ അനു, ആദില, ശൈത്യ, ആ ഗ്യാങ്ങിലുള്ളത് നൂറ. പിന്നെ അനു ആണെങ്കിൽ അവരുടെ ഗ്യാങ്ങിലൊന്നുമില്ല, ഞാൻ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നതെന്ന് പറയുകയും ചെയ്യും, പക്ഷേ ഈ ഗ്യാങ്ങിലുണ്ട് താനും അങ്ങനെ. പിന്നെ അതിൻ്റെ ആദിലയാണ് ഏറ്റവും ബോറിംഗ് ആയിട്ട്. അതായത് നൂറ ഇല്ലെങ്കിൽ ആദിലില്ല, ആദിലുണ്ടെങ്കിൽ നൂറയില്ല, അങ്ങനെ ഉള്ളൊരിതാന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും നോമിനേറ്റ് പേര് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് ഒന്നും പെടാത്ത ആളാണ് നവീൻ. അപ്പോൾ നവീനൊരു ടാസ്ക് കൊടുക്കുകയാണ്. അതായത് ഇവിടെ നവീനെ ഇവർ സെലക്ട് ചെയ്യാത്തതിന് അവരുടെ അടുത്ത് നന്ദി പറയുക, പിന്നെ അവരെ സ്വാഗതം ചെയ്യുക, പിന്നെ ഇവരിവിടെ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് പറയുക. പിന്നെ ഷോ കണ്ട് പുറത്തുനിന്ന് വന്നുകൊണ്ട് ഇവർക്ക് പ്രത്യേകമായിട്ടൊരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, എല്ലാവരും പഴയ ആൾക്കാർ പുതിയ ആൾക്കാരും എല്ലാം ഒരേപോലെ എന്നുള്ളത് ഓർമ്മിപ്പിക്കുക. ഇത്രയാണ് നവീൻ കൊടുത്ത ടാസ്ക്. അപ്പം നവീൻ ആദ്യം തന്നെ ആദ്യം തന്നെ ജിതിനെയാണ് വിളിക്കുന്നത് കേട്ടോ. ജിതിനെ വിളിച്ചിട്ട് എനിക്ക് തോന്നുന്നു അനീഷായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് എതിരായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. ഒന്നും വിശ്വസിക്കരുത്, കിടന്നുറങ്ങുമ്പോൾ ഒരു കുത്ത് കിട്ടും, തിരിച്ച് എണീറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ കയ്യോ കാലോ ഒന്നും ഉണ്ടാവില്ല, അപ്പം കൊണ്ട് അയാളൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയണ്ടേ. പിന്നെ മസ്താനിക്ക് മിക്കവാറും എതിരാളിയായിട്ട് വരാൻ പോകുന്ന അനുമോളാണ്. കാരണം നിങ്ങൾക്ക് നല്ല സൗന്ദര്യം ക്യൂട്ട്നെസ്സൊക്കെ ഉള്ള ആളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അമ്പും വില്ലും കൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും വരാം. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം മുറിച്ച് കളയാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജിതിൻ ഇവൻ്റെ ഈ സോപ്പിലൊന്നും വീഴരുത് കേട്ടോ, എനിക്ക് അതും കൂടെ പറയാനുണ്ടെന്ന് ജിതിൻ പറയാൻ കേട്ടോ. പിന്നെ പ്രവീൺ പറയുന്ന ഷാനവാസ് ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് എതിരാളിയായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. കാരണം നിങ്ങളുടെ ആ ഒരു വൈബൊക്കെ ഒന്ന് മാച്ച് ചെയ്യണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കരുതിയിരിക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ലക്ഷ്മീൻ്റെ അടുത്ത് അതിനുശേഷം പറയുന്നത് മറ്റേ സാബുവിൻ്റെ അടുത്ത് പറയണ്ട. സാബുവിൻ്റെ അടുത്ത് പറയാൻ മിക്കവാറും നിങ്ങൾക്ക് ഞാൻ തന്നെ ആയിരിക്കും ഒരു എതിരാളി, പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ആര്യനാവാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ നല്ല ക്യൂട്ടാണ്, പിന്നെ എല്ലാവരും സ്നേഹം പിടിച്ചു വരുത്തി അങ്ങനെ നടക്കാമെന്ന് വിചാരിക്കേണ്ട. ഇവിടുത്തെ ചോക്ലേറ്റ് ബോയ് ആര്യനാണ്. അപ്പോൾ നീ വന്ന അപ്പം മുതൽ അവനെ കടന്നൽ കുത്തിയ പോലെ അവൻ്റെ മുഖം ഇരിക്കുന്നത്. അപ്പോൾ കാരണം അവൻ നിൻ്റെ ഒരു എതിരാളിയായിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. പിന്നെ ലക്ഷ്മിയുടെ അടുത്ത് ലക്ഷ്മിക്കൊരു ക്യാപ്റ്റൻസി, അതായത് വീട് ഭരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റായിട്ട് വന്നതെന്ന് തോന്നുന്നുണ്ട്. ഞാൻ സോപ്പിടുമെന്നല്ല കേട്ടോ എന്ന് പറയുന്നിട്ട്. പിന്നെ നല്ല അടുക്കും ചിട്ടയും വേണമെന്നൊക്കെ പറഞ്ഞാൽ വന്ന ഒരു സ്പിരിറ്റിൽ ഇങ്ങനെയൊക്കെ ഓരോന്നും ചെയ്യുന്നുണ്ട്. അല്ല നീ ആളെ പറയാത്ത എന്താണ്, അതിനെന്താ താമസം എന്നൊക്കെ ലക്ഷ്മി ചോദിക്കട്ടോ. അനുമോളായിരിക്കും. അതെന്താ ഇപ്പോൾ ഇത്ര പറയാൻ ഇത്ര പേടി, നിനക്ക് പേടിയാണോ എന്നൊക്കെ. എനിക്ക് പേടിയൊന്നുമില്ല. അല്ല പിന്നെന്താ ഫസ്റ്റിൽ പറയാൻ ഞാൻ നിൽക്കും. അല്ല ചിലപ്പം അനുമോൾ അല്ലെങ്കിൽ നൂറായിരിക്കും. കാരണം 4 ആഴ്ചയായിട്ടൊന്നും മിണ്ടിയിരുന്നില്ല. പിന്നെ നോമിനേഷനിൽ വന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം പോലും സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ 100 ആവാനും ചാൻസ് ഉണ്ടെന്ന് പറയാം കേട്ടോ. നവീൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് ഓഫ് ബോറിംഗ് എന്ന് പറയുന്നുണ്ട്. പറഞ്ഞു എൻ്റെ സംസാരം നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയോ ഷാനവാസ് എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു നീ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, കണ്ടോ ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഈ ഞാനിപ്പോൾ ഇവരെയൊക്കെ പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഷാനവാസിക്കയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ ജിതയും പറയാം നീ എന്തിനാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് നിൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് കൈയടിച്ചേക്കാം.
അപ്പോഴേക്കും നൂറേനെ ആദിലിനെയൊക്കെ നോക്കിയിട്ട് നവീൻ പറയാണ്, കണ്ട ഇവർ ഫോർ ദ പീപ്പിൾ ഗ്യാങ് എന്നൊക്കെ പറയാം. അപ്പോൾ നൂറ് 7 the people അല്ല 4 the people. നീ ഗ്രൂപ്പ് കണ്ടുപിടിച്ചില്ല, എന്തായാലും വലിയ കാര്യമായി. എന്തായാലും നിൻ്റെ പോലെയല്ലോ, ഞങ്ങൾ പുറത്ത് പോയിട്ട് നാണം കെട്ട് തിരിച്ചു വരുമല്ലോ, അപ്പം നിൻ്റെ ഡബിൾ ഫേസ് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് നവീൻ പറയുന്നുണ്ട്. എന്ത് ഡബിൾ ഫേസ് കണ്ടു? നിന്നെപ്പോലെ ഞങ്ങൾ നട്ടലില്ലാത്ത ആൾക്കാരൊന്നുമില്ല, ഞങ്ങളിവിടെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരുന്നു. നീയല്ലേ പോയി ബിഗ് ബോസിൻ്റെ കാല് പിടിച്ച് സോറി പറഞ്ഞ് ഒക്കെ തിരിച്ചിങ്ങോട്ട് വന്നത്. അപ്പോൾ നവീൻ പറയും, നിങ്ങളൊന്ന് പോയി നോക്കുക, എത്ര കാലും പിടിച്ചാലും തിരിച്ച് കൊണ്ടുവരില്ല എന്ന് പറയും. ഞങ്ങൾക്ക് അങ്ങനെ പോകേണ്ട കാര്യമില്ല, ഞങ്ങളുടെ സ്ട്രോങ് ആണ്, ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും. മലയാളം നിൻ്റെ പോലെ 2 വാക്ക് കേൾക്കുമ്പോഴേക്കും ചാടിയിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞ് പോകാൻ അത്ര വലിയ മണ്ടന്മാരൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. അപ്പോഴേക്ക് ജിതിൻ ചെന്നിട്ട് നൂറെടുത്തിട്ട്, ഓ എവിടെയായിരുന്നു ഈ 4 ആഴ്ച, ഈ സൗണ്ടൊക്കെ എവിടെയായിരുന്നു, ഞങ്ങളൊന്നും കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യണം കേട്ടോ നൂറേനെ. അതിനിടയ്ക്ക് റെനക്കിട്ടും കൂടെ നൂറ വെക്കണം കേട്ടോ, സെർലാക്കമ്മായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ നൂറയ്ക്കും റെനയ്ക്ക് ദേഷ്യം വന്ന് റെനയും അങ്ങോട്ട് എന്തൊക്കെയോ പറയേണ്ടത്. ലാസ്റ്റ് ബിഗ് ബോസ് പറയുന്നത്, ഇനി നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ആക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ പിടിച്ച് മാറ്റി. അവിടെ നല്ല ടോക്ക് കിടക്കുന്നുണ്ട് റെനയും നൂറയും കൂടെ. ലൈക്ക് ഇപ്പോൾ 2-3 ദിവസമായിട്ട് റെനേനെയാണ് പോയിന്റ് ചെയ്തിട്ട് നൂറ പറയുന്നത്. മറ്റേ നവീൻ പോയി തിരിച്ചു വന്നതിന് ശേഷം റെനേനെ പോയിന്റ് ചെയ്തിട്ടാണ് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കണം കേട്ടോ, ഇവരെങ്ങനെ ഇങ്ങനെ കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഫ്രണ്ടിൽ. അപ്പോൾ എല്ലാവരും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറയണേ. പിന്നെ ആദില, നൂറ, രേണു, മസ്താനി, പിന്നെ ജിതിൻ, ഇത്രയും പേര് അവിടെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ അവർ നമ്മുടെ ഷോയിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ജിതിൻ പറഞ്ഞു, ഓ വളരെ ബോറിംഗ് ആണ് നിങ്ങളുടെ ഷോ, പ്രത്യേകിച്ച് രേണുവാണെങ്കിൽ അവിടെ ബീൻ ബാഗിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇതേ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ രേണു മസ്താനി പറയും, ഇത്രയും ക്യാമറ ഉണ്ട്, അതിലൊന്നും പെടുന്നില്ല, ഏതാണ്ട് വിനോദയാത്രയ്ക്ക് വന്നതെന്ന വിചാരം. അപ്പോൾ രേണു പറഞ്ഞു, അതെ വിനോദയാത്രയ്ക്ക് വന്നതെന്ന എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ കൈയൊക്കെ ഇങ്ങനെ പുറകിൽ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ബീൻ ബാഗിൽ. അപ്പോൾ മറ്റേ ജിതിൻ പറയാം, നിങ്ങളെല്ലാവരും കൂടെ സഹായിച്ചിട്ട് ഒന്ന് ഇവരെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം ബിഗ് ബോസിനെതിരെ വീഡിയോ ഇടാൻ തുടങ്ങുമെന്ന് പറയാം. പിന്നെ അനു ജിതിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ കരയുന്ന സ്ഥലമൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഡ്രസ്സിങ് റൂം കാണിച്ചു കൊടുക്കും. ഇതിനകത്ത് ഇരുന്ന് കരയാൻ കുഴപ്പമില്ല, ഞാൻ എപ്പോഴും ഇതിനകത്ത് ഇരുന്നിട്ടാണ് കരയാറ്. പിന്നെ ഞാൻ ബാത്റൂമിൻ്റെ അകത്ത് ഇരുന്നാണ്, പക്ഷെ അവിടെ വാവൊത്തിട്ട് കരയണം, അവിടെ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഇരുന്ന് കരഞ്ഞാൽ കേൾക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന് അങ്ങനെ കരയാൻ പറ്റില്ല. പിന്നെ ചേട്ടനിപ്പോൾ ഇവിടെ ഇങ്ങനെ ക്യാമറ ഒക്കെ കാണുമല്ലോ, ഒരാഴ്ച കഴിയുമ്പോൾ ചേട്ടന് ഈ ക്യാമറയുടെ വരെയൊക്കെ മറക്കും, അതാണ് എന്നൊക്കെ പറഞ്ഞ് കരയണ സ്ഥലം കാണിച്ചു കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ അടുത്ത ഡിസ്കഷനാണ് കേട്ടോ, മറ്റേ ഷാനവാസും അഭിലാഷും ഒണിയിലും കൂടെയുള്ള ഡിസ്കഷനാണ്. പറയാം, ആ പാവം രേണുവിനെ ഇങ്ങനെ ചൊറിയാൻ നിൽക്കുന്നുണ്ട്, മസ്താനി ചൊറിയാൻ നിൽക്കുന്നുണ്ട്. അവർ പിന്നെ അവരുടെ സ്വഭാവം കൊണ്ട് മിണ്ടാതിരിക്കുന്നതാ, പുറത്ത് എന്തൊക്കെയാണെന്നറിയാമല്ലോ. അപ്പോൾ എന്താണ്, അവരൊന്നും മിണ്ടുന്നില്ല, ക്യാമറയെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മസ്താൻ ഇങ്ങനെ നിന്ന് ചൊറിയുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പാണ്, ഷാനവാസ് ഗ്രൂപ്പ്, പുറത്തിപ്പോൾ നമ്മളൊക്കെ ഡിസ്കഷൻ ആവണുണ്ടല്ലേ. പിന്നെ നമ്മളാണെങ്കിൽ മറ്റേ ടീമിനെ അടിക്കാൻ വേണ്ടി തുടങ്ങിയ ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ട് നമ്മളെ പുറത്തറിയുന്നുണ്ട്. പിന്നെ ആദ്യം വന്ന 2 പേര് അക്ബറിനെ അപ്പാനിനെയാണ് പറയണത്. അപ്പോൾ അവരുടെ എതിരെ എന്തായാലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഒണിയിൽ മറ്റവൻ നമുക്കെതിരായിട്ടാണല്ലോ പറയണത്, ആര് പ്രവീണോ, അത് തന്നെ എന്ന് പറയണ്ട കേട്ടോ. പിന്നെ മറ്റേ സാബു, ജിതിൻ, ഒനിയിൽ, അഭിലാഷ്, ഇവർ 4 കൂടെ നവീനെ റൗണ്ട് ചെയ്യട്ടെ. നവീൻ്റെ അടുത്ത്, നീ ആ ഗ്രൂപ്പിൽ പെട്ടാണ്, മറ്റേ ജിസയിൽ ആര്യൻ ആ ഗ്രൂപ്പിൽ പെട്ടാണ് നീ. അപ്പോൾ നവീൻ, ഞാൻ മുമ്പേ ഗ്രൂപ്പ് വിട്ടു. അല്ലല്ലല്ല, നീ ജിസയിലിനെ എപ്പോഴും താങ്ങിക്കൊണ്ട് നടക്കണില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ, നീ ആ ഗ്രൂപ്പിൽ പെട്ട പോലെയാണ്. അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ നവീൻ പറയണ്ടേ. പിന്നെ ആദില, നൂറ, അനു, പിന്നെ പ്രവീണൊക്കെ കൂടെ ഇരിക്കണം. അപ്പോൾ ആ റൂമിലേക്ക് ചൈത്യ വരണം. അതെ, നമ്മുടെ അടുത്ത ഗ്രൂപ്പിലെ ഒരു മെമ്പറും കൂടെ വന്നിരിക്കുന്നു. പിന്നെ ഇവളിപ്പോൾ പല കളവും മാറ്റി ചവിട്ടിക്കൊണ്ടിരിക്കുകയെന്ന് അനു പറയാം. അപ്പോൾ ചൈത്യ നേരത്തെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ, തമാശ എന്നല്ല, നീ ഇപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ പറയണേ. അപ്പം നീ എന്ത് പറയണം, അതെ ഞാൻ അങ്ങനെ പല ഗ്രൂപ്പ് മാറിക്കൊണ്ടിരിക്കുക, അതിനിപ്പോൾ എന്താ നീ പറയണ്ടേ എന്ന് പറയാം. അപ്പോഴേക്കും ശൈത്യ വേഗം പിണങ്ങിപ്പോയിട്ട് അവരുടെ അടുത്തുനിന്ന്. പിന്നെ പുതിയ മെമ്പേഴ്സിനുള്ള ഡ്രസ്സും ടർക്കിയും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താ ഈ ഡ്രസ്സ് എന്ന് ചോദിക്കുന്നത് നമ്മുടെ മസ്താനി. ഈ ഡ്രസ്സാണ് ഇത്, ഇവർ തന്ന ഡ്രസ്സാണെന്ന് ചോദിച്ചിട്ട്, അതെ, ബാക്കി നിങ്ങൾ പണിപ്പുരയിൽ പോയിട്ട് വേണം ബാക്കിയൊക്കെ നേടിയെടുക്കാൻ, ഞങ്ങൾ ഇത്ര ദിവസം ഈ ഡ്രസ്സ് ഇട്ട് നടന്നത്. അപ്പോഴേക്കും മസ്താനായിട്ട് ക്യാമറയിൽ, നിങ്ങൾ വല്ലാത്ത ചതിയനാണ് ബിഗ് ബോസ്, ഞങ്ങൾ എത്ര പൈസ കൊടുത്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചാണെന്നൊക്കെ പറയണ്ടേ. പിന്നെ ബാത്റൂമിൻ്റെ അവിടെ ജിതിൻ വന്നിട്ട്, ഈ ബക്കറ്റിലാരാ തുണി വെച്ചേക്കണേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആര്യം വന്നിട്ട് അതെടുക്കുന്നുണ്ട്. ഇതാരാ, നിൻ്റെയാണോ, ഇതെന്താ അടിപ്പാവടയാ എന്ന് ചോദിക്കുക. അല്ലല്ല, അത് ഫുട്ബോൾ എന്ന് പറയുന്നത്.
അപ്പോൾ എന്നിട്ട് അവിടെ കഴുകി നിനക്ക് ഇതൊക്കെ ഇഷ്ടമാണ്, ഈ തുണിയൊക്കെ കഴുകുന്നത് ഇഷ്ടമാണ്, എനിക്കതൊക്കെ ഇഷ്ടമാണ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് അതെന്തോ വിരിച്ചിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഈ ബക്കറ്റിൽ വെള്ളം എന്ത് ചെയ്യും, എന്തിനാണ് വെച്ചേക്കണത്, അതെടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളമാണെന്ന് പറയും. എന്നാൽ നീ എടുത്ത് കുടിച്ചോ ഒന്നും ജിതിയും പറയണ്ടിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചെറിയൊരു ടോക്ക് പോലെയാണ് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ്, ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് ജിസയിലും അനുമോളും 2 മണിക്കൂർ വീതം ജയിലിൽ പോകണം ഒരാഴ്ച. ഇന്നിപ്പം എന്തായാലും നൈറ്റ്, അതായത് ലൈറ്റ് ഓഫ് ടൈമിന് തൊട്ട് മുമ്പുള്ള 2 മണിക്കൂർ, പിന്നെ നാളെ മുതൽ വേക്കപ്പ് ടൈം മുതൽ മറ്റേ ലൈറ്റ് ഓഫ് ടൈം വരെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് 2 പേർക്കും കൂടെ പോകാം. അപ്പോൾ 2 പേരും കൂടെ ഡിസ്കഷനാണ് കേട്ടോ, അനുമോളും ജിസയിലും കൂടെ. നമുക്ക് എപ്പോൾ പോകണം, നമുക്ക് വൈകുന്നേരം ഭയങ്കര ചൂടല്ലേ പകലൊക്കെ, അപ്പോൾ വൈകുന്നേരം മറ്റേ സൺറൈസിന് ശേഷം നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് 2 കൂടെ തീരുമാനിച്ചു. അപ്പോൾ 2 പേർക്ക് സമ്മതമാണ്. അതെ, ഞങ്ങൾക്ക് 2 പേർക്ക് സമ്മതമാണ്, കുഴപ്പമില്ല. ഇത്ര വട്ടം നിങ്ങൾ 2 സെറ്റായാന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ സെറ്റായി എന്നും പറഞ്ഞ് അവർ 2 കൂടെ പോയിരിക്കുന്നുണ്ട്. ശൈത്യ, അക്ബർ, ജിസയിലൊക്കെ കൂടെ ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ, ഇങ്ങനെയുണ്ട് പുതിയ ആൾക്കാർ. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ്, പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെ ശരിയായിക്കോളും, നോർമൽ പോലെ ആയിക്കോളും എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് മറ്റേ അവളെന്താ ഇങ്ങനെ ഒരു കാക്കക്കുട്ടി കല്ലെറിഞ്ഞ പോലെ പറഞ്ഞ UK ലക്ഷ്മി. നമ്മൾ വന്നപ്പോൾ തന്നെ എന്തായാലും പേരിട്ട്, UK ലക്ഷ്മിന്ന് പേരിട്ട് എന്ന് പറയാം കേട്ടോ. രേണുസുതി ഗ്യാങ് എല്ലാം കൂടി ഇരിക്കുമ്പോൾ മസ്താൻ എന്നിട്ട് ക്യാമറയിൽ നിന്നിട്ട് പറയാം, എന്ത് രേണുസുതിനെ എന്താ കാണിക്കാത്തതെന്ന് ചോദിക്കുക. അപ്പോൾ രേണുസുതി പറയാം, എന്നെ കാണിക്കില്ലേ ബിഗ് ബോസ്, എന്നെ കാണിക്കില്ലേ. പിന്നെ ഭയങ്കര ഡാൻസ് പാട്ടൊക്കെ, മസ്താനി കണ്ടിട്ടില്ല, മസ്താനി കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡാൻസും പാട്ടൊക്കെ, എല്ലാവരും ഭയങ്കര ക്ലാപ്പടിയൊക്കെ ആയിട്ട് അത് സൂപ്പറായിട്ട് പാടി, ഡാൻസ് നല്ല അടിപൊളിയായിട്ട് ഡാൻസും കളിച്ച്. അടുത്ത ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. ക്യാപ്റ്റൻസി ടാസ്കിൽ നവീൻ, ബിന്നി, രണ 3 പേരും കൂടെയാണ്. അതായത് ബസർ ടു ബസർ റൗണ്ടാണ്. അതായത് 3 പേരും ആദ്യത്തെ ഫസ്റ്റ് ബസറിൽ 3 പേർക്കും നെക്സ്റ്റ് ആളുടെ കാലിൽ കുരുക്കിടാം, മാക്സിമം കുരുക്കിടുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബസർ മുതൽ അടുത്ത ബസർ വരെ സ്വന്തം കാലിൽ കുരുക്കഴിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് അഴിക്കുന്ന ആളാരാണോ അയാളാണ് ക്യാപ്റ്റൻസി വിന്നർ. അങ്ങനെ നമ്മുടെ നവീനാണ് വിൻ ചെയ്യുന്നത് കേട്ടോ. ഈ പ്രാവശ്യം ബിന്നിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് കയറിയിട്ടും വിൻ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ആരും ബിന്നിക്ക് വേണ്ടി വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നവീനാണ് ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻ. പിന്നെ അത് കഴിഞ്ഞിട്ടും നമ്മുടെ നോമിനേഷനിൽ ഈ പ്രാവശ്യം വന്നേക്കുന്നത് 6 വോട്ടോടുകൂടി അനീഷ്, 7 വോട്ടോടുകൂടി ശൈത്യ, 6 അക്ബർ, 7 ഷാനവാസ്, 7 റെന, 9 ശരത്ത്, പിന്നെ അതുകൂടാണ്ട് ആര്യൻ, ഒനീൽ, അഭിലാഷ്, ആദില, നൂറ, ബിന്നി, രേണു, അനു, ജിസൽ. അതായത് ചുരുക്കി പറഞ്ഞാൽ പുതിയതായിട്ട് വന്ന 5 പേരും ക്യാപ്റ്റൻ ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട്. അടുത്തത് നൂറയും ആദിലയും റെനയും കൂടെ ഉള്ള സംസാരമാണ്. അപ്പോൾ ഇത് പറയണത് മസ്താനിയുടെ അടുത്തും ജിതിൻ്റെ അടുത്തുമാണ് പറയണത് കേട്ടോ. നൂറ് ഇവള് പറഞ്ഞു നമ്മുടെ ഫാമിലിയിലും തൊട്ട് കളിക്കരുതെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മളൊന്നും ചോദിച്ചിട്ട് പോയില്ല, നമ്മൾ കപ്പിളായിട്ട് ഇവിടെ കളിക്കാൻ വന്ന ആ സമയത്ത് മുതൽ ഇവൾക്ക് തുടങ്ങിയ പ്രശ്നമാണ്. അപ്പോൾ പറയാം, അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നല്ല പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്നിട്ട് അതിൽ പറയാം, ഇവളെന്തായാലും കാല് മസാജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൾ വേറെ രീതിയിലെടുത്തു. അപ്പോൾ ഞാനും ജിസയിലും സിസ്റ്റർ ലൈക്കാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ മസാജ് ചെയ്യുന്നത്. അങ്ങനെ മസാജ് ചെയ്താൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ മസാജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊന്നും പറഞ്ഞില്ല, നീ അത് വേറെ രീതിയിലെടുത്തല്ലേ, അത് നിൻ്റെ പ്രോബ്ലം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നടക്കണം. അപ്പം ഇത് നൂറ് ലൈക്ക് ഇത്ര ദിവസം നമ്മൾ കണ്ട നൂറേനല്ല ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം റെനയ്ക്ക് തിരിച്ചൊന്നും പറയാനും പറ്റുന്നില്ല. എന്നിട്ട് ഇതെന്താ നമ്മുടെ ആദില പറയുന്നുണ്ട്, ഇങ്ങനത്തെ വർത്തമാനമൊന്നും ഞങ്ങൾ പറയൊന്നുമില്ല. ഞാൻ അങ്ങനെ കുറച്ച് തരം താണ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ആദിലെടുത്ത് നൂറെടുത്തൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര സംസാരമാണ് അവർ തമ്മിൽ. അങ്ങനെ ജിസേലിനും അനുവിനും ജയിലിൻ്റെ ടൈമിനായിട്ടാണ്. അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ജയിലിലേക്ക് പോവുക ജിസേലും അനു. അപ്പം ജിസേൽ അവിടെ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ശരത്ത് പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനു പറഞ്ഞു, 2 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. അല്ല ചേട്ടന് എത്ര നോമിനേഷൻ? 9 അതിനെന്താ എന്നൊക്കെ ശരത്ത് ചോദിക്കില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല, ഞാനിപ്പോൾ ജയിലിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അനു അവിടെ ചെന്ന് ജയിലിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നുണ്ട്. ജിസയിലാണെങ്കിൽ അതിലൂടെയൊക്കെ ചുറ്റി നടക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്,
പിന്നെ എന്നിട്ട് റൂമിൽ മുടി ചീവുന്നു, മേക്കപ്പ് ഇടുന്നു, ലിപ്സ്റ്റിക് ഇടുന്നു. അപ്പോൾ ബിഗ് ബോസ് വീണ്ടും ജിസേൽ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഒന്ന് വാ പെണ്ണെ, ഒന്ന് വന്ന് കയറ് എന്നൊക്കെ പറഞ്ഞ് ശരത്ത് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനാണെങ്കിൽ ഇവരുടെ ഓരോ ഇതിനും നിൽക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് എല്ലാവരും ചീത്ത ഞാൻ കേൾക്കും. ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വരല്ലേ, ഞാൻ എപ്പോഴും നിങ്ങളല്ലേ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. അതിനിട്ടും അതിന് വന്നിട്ട് വാ തുറക്കണ്ട, ഇവർ ജിസേലായിരുന്നു ഇവിടെ ഒന്ന് വന്നിരുന്നെങ്കിൽ ആദ്യം തന്നെ തുറന്ന് വിട്ടേനെ. ഇപ്പം ഞാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ, എനിക്ക് തുറന്നു തരുന്നില്ല എന്നൊക്കെ പറയും. ഇതാണ് ഫേവറിസം എന്ന് പറയും. വന്ന് കയറ് എന്നൊക്കെ പറയും. തുറന്നിട്ട് ഇത് അനുവിനകത്തേക്ക് കയറുന്നുണ്ട്. പിന്നെ ജിസേൽ പതുക്കെ വരണുള്ളൂ കേട്ടോ. ശരത്ത് ജിസേൽ ലാസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ജിസേൽ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താ നീ ആവശ്യമില്ലാതെ വെറുതെ സമയം കളയുന്നത്. അത് പിന്നെ ഞാൻ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കല്ലേ, നിങ്ങളെന്ത് ഇറിറ്റേറ്റഡ് ആണ്? പിന്നെ അല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആവില്ല, എത്ര നേരം വിളിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇവിടെ കിച്ചണിൽ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേൽ അകത്ത് കയറണേ. അങ്ങനെ ജിസേലും അനുവും ജയിലിൽ കയറുകയാണ് കേട്ടോ. നൈസ് ടു മീറ്റ് യു എന്നൊക്കെ പറഞ്ഞ് ജിസേൽ വരുന്നത് എന്ന് പറഞ്ഞാൽ അനു ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ നീ എന്നോട് മിണ്ടൂലേ? മിണ്ടും. പിന്നെ അപ്പോൾ പറ. എന്ത് പറയാ എന്ന് പറയും. ഹൗ വാസ് യുവർ ഡേ? ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ മൂഡ് ശരിയല്ലേ? മൂഡ് അത്ര ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. എന്നിട്ട് നിനക്ക് ലിപ്സ്റ്റിക്ക് വേണം? ഞാൻ നിനക്കൊണ്ട് ലിപ്സ്റ്റിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട. ലിപ്സ്റ്റിക്കിലല്ലേ നമ്മുടെ പ്രശ്നം തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ജിസേൽ നിന്ന് ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട് കേട്ടോ. വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട, ഞാൻ കുളിച്ചിട്ടില്ല. കുളിച്ചില്ല ഇതുവരെ? രാവിലെ കുളിച്ചു, വൈകുന്നേരത്തെ സെക്കൻഡ് പ്രാവശ്യം കുളിച്ചില്ല അല്ലേ? അതെ എന്ന് പറയട്ടെ. അപ്പോൾ ഇവർ ജയിലിരിക്കുന്ന സമയത്ത് ആര്യ വരുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നത് അവൻ വരുന്നുണ്ട്, ഞാൻ സംസാരിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. ആര്യൻ ആര്യനാ. അപ്പോൾ ആര്യ വന്നിട്ട് ജയിലിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് ജിസേലിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവന് ഉള്ള സമയത്ത് ഞാൻ സംസാരിക്കില്ല കേട്ടോ. അപ്പോൾ ആര്യ പറഞ്ഞു ഇവർക്ക് ജലസ്. എനിക്കെന്തിനാ ജലസ്? ഓക്കെ, ഇത് ഞങ്ങൾക്ക് രണ്ടും സംസാരിക്കാൻ ബിഗ് ബോസ് തന്ന സമയമാണ്. ഈ സമയത്ത് ഞങ്ങൾ സംസാരിക്കണം. അതിന് ജയിലിൽ നമ്മൾ കിടക്കാൻ നേരത്ത് അവർക്ക് വിസിറ്റിംഗ് ടൈമൊക്കെ ഉണ്ടല്ലോ, ആ ടൈമിലൊന്ന് സംസാരിച്ചൂടെ എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. അതിന് വേറെ ആരും വന്നിട്ടില്ല, ഇവ മാത്രമല്ലേ വന്നത്. എന്താ ഇവ മാത്രം? അങ്ങനെ വേണ്ട, ഇത് നമുക്ക് ഇടക്കൊണ്ട് സംസാരിക്കാനുള്ള സമയമല്ലേ. നിൻ്റെ ഫ്രണ്ടല്ലേ ആര്യൻ? ഫ്രണ്ടാണ്, ഇവിടെയുള്ള എല്ലാവരും എൻ്റെ ഫ്രണ്ടാണ് അതിന് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അനു. ഇതിൻ്റെ ഇടയിൽ കൂടെ അനു ജിസേൽക്ക് ക്യാമറ ഉണ്ടെന്നൊന്നും നോക്കണ്ട. അന്ന് ആക്ച്വലി കിച്ചണിൽ നിന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ അന്ന് ഇട്ടത് കണ്ടുപിടിക്കുന്നു പറഞ്ഞ സമയത്താണ് ഞാനിങ്ങനെ ചുണ്ടിൽ പോയി ഇങ്ങനെ ടിഷ്യൂ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അതൊന്നുമല്ല, ഇതിനെപ്പറ്റി എല്ലാം സംസാരിക്കും. നമ്മൾ ബർഗറൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്, പെട്ടെന്നാണ് നീ ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അറ്റാക്ക്. അപ്പോൾ അങ്ങനെയല്ല, ഞാൻ ഒരാളെ വേദനിപ്പിക്കേണ്ടത് എനിക്ക് നല്ലോണം അറിയാമല്ലോ. നീ പിന്നെ റൂൾസ് ബ്രേക്ക് ചെയ്യണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെന്താ പ്രശ്നം? അല്ല, ഞാനത് ഇട്ടിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്നാലും ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ ചുണ്ടിൽ തൊണ്ടത് അത് ഒരു ടൈപ്പ് ഓഫ് അറ്റാക്ക് അല്ലേ, അതങ്ങ് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അനു ഏറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അനു ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മറ്റേ അനീഷ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ, ബിഗ് ബോസ് അത് തന്നല്ലോ എന്ന് പറയും. അപ്പോൾ ജിസേൽ ഓക്കെ, അപ്പോൾ നിന്നെയും ഷാനവാസിനും കൂടി ഇട്ടെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. അയ്യോ വേണ്ട എന്ന് പറഞ്ഞു അനീഷ് പോണ്ടേ. പിന്നെ നൂറയുടെ സംസാരം കേട്ട് റെന കരയാൻ തുടങ്ങി. അപ്പോഴേക്കും നൂറ എന്നിട്ട് ഹഗ് ചെയ്തു. സാറില്ല, ഇവള് എനിക്ക് ഇപ്പോഴും സിസ്റ്റർ പോലെ, പക്ഷേ ഇവളൊരു ഗ്യാങ്ങിൽ പെട്ട പോലെ എനിക്ക് തോന്നുന്നു. ഇത്ര പെട്ടെന്ന് കരയെന്ന് ഞാൻ വിചാരിച്ചില്ല, നീ എല്ലാത്തിനും സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊക്കെ ഒരു ഗെയിം അല്ലേ എന്നൊക്കെ പറഞ്ഞ് റെനേനെ സമാധാനിപ്പിക്കേണ്ട നൂറ. അപ്പോഴേക്കും മറ്റേ അപ്പുറത്ത് ഷാനവാസ് അക്ബറിനെ പറയട്ടെ, പെങ്ങൾ കരഞ്ഞപ്പോൾ ആങ്ങളേക്ക് കൊണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനിവരുടെ ഫസ്റ്റ് ടോക്ക് പോലെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇവൻ എവിടെ നിന്ന് വരണം മരപ്പൊട്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നൂറ് പറയണത് ഈ അപ്പാനെ എത്ര ബാഡ് വേർഡ് പറഞ്ഞ കേട്ടും ഇവള് ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ റെന പറഞ്ഞു അയ്യോ ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നല്ല, ഞാൻ എന്നിട്ട് അപ്പാനെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത സീനിൽ നൂറയും ആദിലയും കൂടെ ചെറിയൊരു ക്ലാഷുവലൊരു സംസാരം ഇങ്ങനെ വന്നിട്ടുണ്ട്. അതായത് നീ അങ്ങനെ ക്ഷമിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതല്ല, കുട്ടി പറഞ്ഞത് മിസ്റ്റേക്കാണ്, അത് ഞാൻ ഫോർഗീവ് ചെയ്യും, പക്ഷെ ഞാൻ ഫോർഗറ്റ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അങ്ങനെ അല്ലായിരുന്നു അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. അവൾ എന്താണ് മിസ്റ്റേക്ക് ചെയ്തതെന്ന് അവളെ മനസ്സിലാക്കി കൊടുക്കുക ചെയ്യേണ്ടിയിരുന്നു. അല്ലാതെ ക്ഷമിച്ച് നമ്മളിവിടെ സിസ്റ്റർഹുഡോ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊന്നും കളിക്കാൻ വേണ്ടി വന്നതല്ല, നമ്മളിപ്പോൾ ഇൻഡിവിജ്വലായിട്ടൊരു ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാണ്. ബേബി അത് ചെയ്തൊന്നും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിലെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നൂറേനെ. നൂറ് പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ അവളൊരു സിസ്റ്ററിനെ പോലെ കണ്ടുകൊണ്ട് അങ്ങനെ അല്ലല്ലോ എന്നും പറഞ്ഞു രണ്ടൊരു ചെറിയൊരു സംസാരത്തിൽ ഉടക്കണ പോലെ. എന്നിട്ട് ഇനി
ചെയ്യാൻ പോണേ നൂറ് വെച്ചപ്പോൾ അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് നൂറ് പോകുന്നുണ്ട്. പിന്നെ മസ്താനി രേണുവിനെ ചൊറിയാനായിട്ടോ പതുക്കെ ഇത് ഞാൻ വിധവയല്ല എന്നൊക്കെ പറയണേ. അല്ലേ അല്ല, എൻ്റെ മനസ്സിൽ സുധിച്ചേട്ടനുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വിധവയാവും, ഞാൻ എൻ്റെ മക്കളെ ഞാൻ സുധിച്ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് തലയ്ക്ക് ഓളനുണ്ട്? ഉണ്ട് എന്ന് പറയാം. അതപ്പോൾ ഞങ്ങൾ കണ്ട് ഇൻ്റർവ്യൂവിലൊക്കെ എന്തായിരുന്നു മാറ്റി പറയല്ലായിരുന്നു, വന്നപ്പോൾ തന്നെ സുധിച്ചേട്ടാന്ന് പറഞ്ഞല്ലേ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആയിട്ട് ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് രേണുസുതി നിൽക്കണതെന്നൊക്കെ പറയാം. സ്ക്രീൻ സ്പേസിൻ്റെ ആവശ്യം രേണുസുതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രേണു പോകുന്നുണ്ട്. അപ്പോൾ പോവല്ലേ ഇവിടെ ഇരിക്കേ, എന്താണ് ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇൻ്റർവ്യൂവിലെല്ലാം നുണയല്ലേ പറഞ്ഞു, ഞാൻ നുണയെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ സത്യം പറഞ്ഞു, അതെൻ്റെ പ്രേക്ഷകർക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് രേണു അങ്ങനെയൊക്കെ കുറേ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഇത് രേണു എന്താ സുധിച്ചേട്ടനെ സുധിച്ചേട്ടനെ പറഞ്ഞു കളിക്കരുത്. ഓക്കെ എന്നാൽ ഇത് രേഷ്മ തങ്കച്ചൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് തന്നെ ഞാൻ തന്നെ എന്തോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനൊരു സംസാരം ഉണ്ടാവണ്ടേ. പിന്നെ അനീഷ് എന്നിട്ട് ഷാനവാസിനെ കടിഞ്ഞൂൽപ്പൊട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട് കിച്ചണിൽ. അപ്പോൾ എങ്ങനെ മനസ്സിലായി? അപ്പോൾ പിന്നെ അറിയാം അത് പുതിയ പേര്, അത് എൻ്റെ 128ാമത്തെ പേരാണെന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. അപ്പം മറ്റേ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെ മൂത്ത മോനാണോ? അതെ, എങ്ങനെ മനസ്സിലായി? അല്ല ഇപ്പോൾ ഇതൊക്കെ അനീഷ് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയാം. എന്നിട്ട് ഷാനവാസ് ഇവിടെ എന്തോ എന്താ നല്ല ഭംഗിയായിട്ട് ഒരു 2 ഇങ്ങനെ ലൈനൊക്കെ ഇട്ടിട്ടുണ്ട് 2 വശത്ത്. ഞാൻ കണ്ണടച്ചിരുന്നപ്പോൾ ഇങ്ങനെ ചെയ്തു, എന്നെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ചുമ്മാ തമാശ പോലെയാണെങ്കിലും ഭയങ്കര കാര്യമായിട്ടൊക്കെ ആർഗ്യുമെൻറ്റ് ചെയ്യുന്നുണ്ട് 2 കൂടെ. പിന്നെ അനുവും ജിസേലും സെറ്റായിട്ടാണ്. അനു പറയുന്നുണ്ട്, ജിസേൽ എന്ത് ഡൗട്ടുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു. ഇപ്പം ഇവരൊന്നും പറഞ്ഞൊന്നും വിശ്വസിക്കരുത്, അവരൊക്കെ പലതും പറയും, അതൊന്നും വിശ്വസിക്കരുത്, എന്ത് ഡൗട്ടുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞു. ദേ നോക്കടി എന്നൊക്കെ നമ്മുടെ ആദിലയും ശൈത്യയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അവർ പുറത്ത് ജയിലിൻ്റെ പുറത്ത് ഇരുന്ന് ഇതൊക്കെ കാണുവാണ്. അപ്പോൾ ജിസേൽ ഒരു എന്താണ് നിൻ്റെ 500 എക്സ്പ്രഷനാണ്, 1 മണിക്കൂറിൽ നിൻ്റെ 500 എക്സ്പ്രഷൻസാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അനുമോള് പറയാം, ഞങ്ങളെല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി ബിഗ് ബോസ് എന്നൊക്കെ പറയാം. അപ്പം ജിസേൽ നീ പറ നീ നേരെയുള്ള മലയാളത്തിൽ പറ, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്നൊക്കെ ജിസേൽ പറയാം. എന്നിട്ട് 2 പേരും ബാഡ്ജ് മാറ്റി കൊടുത്തിട്ടുണ്ടല്ലോ, ജിസേലിന് അനുവിൻ്റെ ബാഡ്ജും അനുവിന് ജിസേലിൻ്റെ ബാഡ്ജാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതിൽ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അനു. എന്നിട്ട് ഇടയ്ക്ക് ആ ബാഡ്ജൊക്കെ പിടിച്ച് വെക്കുന്നുണ്ട്. ഞാൻ ഉമ്മ കൊടുക്കാമെന്ന് പറഞ്ഞ് 2 ഉമ്മ കൊടുത്തിട്ട് ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയാം. അപ്പം ഇത് എന്നിട്ട് അനുവിൻ്റെ അടുത്ത് ഇവളാണെങ്കിൽ 2 ഇടിയൊക്കെ കൊടുക്കുമായിരിക്കും. അപ്പം മറ്റേ നൂറ് അല്ല, അത് അവിടെ ബെഡിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ചാടും, 2 ഇടിയൊക്കെ കൊടുക്കും, ബോട്ടിൽ വെച്ച് അടിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കളിയാക്കുകയാണേ. പിന്നെ അഭിലാഷ്, ഒനീൽ, ഷാനവാസ്, അനു, അതിലെല്ലാവരും കൂടെ സംസാരിക്കുന്നത്. ഈ ഇത് എന്താണ് ആര്യൻ്റെ കാര്യം മസ്താനി വന്ന് ചോദിച്ചു, ഇതിനെപ്പറ്റി ചോദിച്ചു, ആര്യൻ ജിസേലിൻ്റെ കാര്യം എന്താണ് ബ്ലാങ്കറ്റിൽ എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇവരറിഞ്ഞാൽ അപ്പോൾ അത് എല്ലാവരും കാണുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ടല്ലേ ഞങ്ങൾ വന്നതെന്നൊക്കെ മസ്താനി പറയണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അനു പറയാം, ഞാൻ 2 ദിവസമായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് അവൾ എന്നെ കുറ്റം പറഞ്ഞു, ഞാനും ആരെയും ലവ് ട്രാക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ എന്നിട്ടാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശൈത്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു, ഇത് നമുക്ക് തോന്നിയാണോ ശരിക്കുമാണോ എന്ന് അറിയില്ലോ, അപ്പോൾ അതുകൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഡേ 28 എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത് നാളെ കാണാം. അപ്പോൾ നമുക്ക് നാളെ പുതിയ വിശേഷങ്ങൾ കാണാം, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. ട്രailer പ്രൊമോ ഒന്നും കണ്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.